കോഴിക്കോട്ടെ യുവാവിനെ പോലീസ് മർദ്ദിച്ചെന്ന് പരാതി. ബേപ്പൂർ സ്വദേശി അനന്തുവിനാണ് മർദ്ദനമേറ്റത്. ഇരുചക്ര വാഹനത്തിൽ 3 പേർ സഞ്ചരിച്ചതിന്റെ പേരിലായിരുന്നു മർദ്ദനം. സംഭവത്തിൽ DCP റിപ്പോർട്ട് തേടി. ബേപ്പൂർ സ്വദേശിയായ അനന്തുവിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. എന്താ സംഭവിച്ചത് ഇന്നലെ? ഈ ബൈക്കിൽ 3 പേര് യാത്ര ചെയ്തു എന്നതാണോ പ്രശ്നം? ബൈക്കിൽ 3 ആള് വന്ന് അപ്പം കൂടെ അവിടെ നിർത്തി കൊടുത്തതാണ്. എൻ്റെ വണ്ടി തന്നെയാണ്. അപ്പം ഞാൻ അവിടെ നിർത്തി കൊടുത്ത് പോലീസുകാരെടുത്ത് വന്ന് അപ്പോൾ കൂടെയുള്ള ചെക്കനെ വണ്ടിയിലേക്ക് ജീപ്പിലേക്ക് പിടിച്ച് കയറ്റി. അപ്പോൾ ആ കൂടെയുള്ള ചെറിയൊരു ചെക്കൻ ഉണ്ടായിരുന്നു കൂടെ, അനിയൻ്റെ ഒരാൾ ഓന് ഓടി പേടിച്ചിട്ട്. അപ്പോൾ സാറ് പറഞ്ഞ് ഞാൻ ഓനെയും കൊണ്ട് പോവാണ്, ഈ വണ്ടി ഓനുമായിട്ട് വന്നാലേ ഓനെ വിട്ടുതരുള്ളൂ പറഞ്ഞ്. ഞാനപ്പോഴത്തെ ഓനെ തപ്പാൻ വേണ്ടി പോയി. അപ്പോൾ ചെക്കനെ ഓനെ തപ്പാൻ വേണ്ടി പോയി. ഓൻ പിന്നെ കരഞ്ഞിട്ട് ഓൻ വരുന്നില്ല. അപ്പോൾ ട്രിപ്പിൾ എടുത്ത കേസാണല്ലോ. അപ്പോൾ സാറിൻ്റെ അടുത്ത് പോയി പറയാച്ചിട്ട് ഞാൻ സാറേ ട്രിപ്പിൾ എടുത്തതല്ലേ, ഫൈന് അടയ്ക്കാന്നുള്ളതിന് ഞാൻ അവിടെ പോയി സ്റ്റേഷനിൽ പോയി പറയാൻ പോയപ്പം സാറ് പറഞ്ഞ് നീ വണ്ടിയായിട്ട് വാ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതാക്കി. അതുവരെ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല, കേസൊന്നും ആക്കല്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പോലും പറഞ്ഞു ഈ അവിടെ നിൽക്കിപ്പോൾ വരാറിന് ഒരു വടി എടുത്ത് വന്നിട്ട് എന്നെ അടിക്കുകയാണ് ചെയ്തത്. തലക്കും മേത്തും കയ്യിലും, ഈ കൈ അടിച്ച് പൊട്ടണ വരെ ഈ കൈക്ക് അടിക്കുകയാണ് ചെയ്തത്. ഇവിടെ അടിച്ചത് അവിടെ അടിച്ചത്, അതിൻ്റെ ബാക്കി ഇത് അങ്ങോട്ടുണ്ട്, കഴുത്തിൻ്റെ അവിടെ, തലേൻ്റെ ബാക്കിൽ ഉപയോഗിച്ച് അടിച്ചോ? പട്ടിക വെച്ചിട്ട് അടിക്കരുത്. ആ മൂക്കിൻ്റെ അവിടെ അത് വേറൊരു പോലീസുകാർ 3-4 പോലീസുകാർ കൂടിയിട്ട് തന്നെ അടിക്കണം. ആ സാറിന് ഉപയോഗിച്ച് ആരാ അടിച്ചത്? പട്ടിക ഉപയോഗിച്ചിട്ട് അടിച്ചത് അവിടുത്തെ SI ആണ്. ആ ഒരു മെലിഞ്ഞുള്ള പുതിയതായിട്ട് വന്ന സാറാണ്. ആ സാറാണ് പിന്നെ പട്ടിക വെച്ച് ഫുൾ അടിച്ച സാറാണ്. കുറേ പോലീസുകാർ എന്നിട്ട് പിടിച്ചേക്കാൻ നോക്കി, പിടിച്ചു വെച്ചിട്ട് പിന്നെ ആ സാറ് വന്നിട്ട് പിന്നെ വന്ന് അടിക്കുകയും എന്തോ ഒരു ദേഷ്യമുള്ള മാതിരി വന്ന് ഇങ്ങനെ അടിച്ചു പോയതേന്. തലക്ക് അടിച്ചപ്പോഴത്തേക്ക് ഓൾക്ക് മനസ്സിലായിട്ടുണ്ട് ബോധം പോകുന്നുള്ള. അപ്പം ഞാൻ അവിടെ ഇരുന്നപ്പോഴത്തേക്ക് ആ സാറിനെ പിടിച്ചോണ്ട് പിന്നെ ആ സാറ് പട്ടികയായിട്ട് വന്നിട്ട് പിന്നെയും അടിക്കുക ചെയ്തത്. ആർക്കാ പരാതി കൊടുത്ത്? പോലീസ് കംപ്ലൈൻറ്റ് സെല്ല്, പിന്നെ മുഖ്യമന്ത്രി, ചീഫ് ജസ്റ്റിസ് ഹൈക്കോടതി, പിന്നെ നമ്മുടെ CP സിറ്റി പോലീസ് കമ്മീഷണർ പരാതി കൊടുക്കാൻ. സാർ അടിച്ചതിനല്ല, ഇനി ഒരു പബ്ലിക് ന്യൂസൻസ് ആയ കാര്യം ചെയ്ത് ശിക്ഷിക്കണം. ഇവ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് വയലന്റ് ആയി എന്ന് വിചാരിച്ചാൽ ഒന്നെങ്കിൽ ഹാൻഡ് ക്യാപ്പ് വെച്ചിട്ട് അവിടെ പിടിച്ചു വെച്ചിട്ട് വീട്ടുകാരെല്ലാം അറിയിക്കണ്ടേ? പ്രൊഫഷണൽ SIയുടെ നേതൃത്വത്തിൽ ബാക്കിയുള്ള പോലീസുകാർ മർദ്ദിച്ചു എന്നാണ് പരാതി. വിഷയത്തിൽ ഏതായാലും DCP റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. SCPയോട് അന്വേഷണ റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ റിപ്പോർട്ടിന്റെ മുറയ്ക്ക് നടപടി ഉണ്ടാകുമെന്നാണ് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത്.